ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ്. അതായത് അമ്പലപ്പാറ പഞ്ചായത്തിനോട് ചേർന്ന് നിൽക്കുന്ന പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ചെറിയൊരു വീട്, 6.5 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഒരു ചെറിയ വീടാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഹൈസ്കൂളിനോട് ചേർന്നിട്ട്, അതായത് 10-200 മീറ്ററുള്ള ഹൈസ്കൂളിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ദൂരം. വരുന്ന വഴി, അതായത് ഒരു കാറ് വരുന്ന വീതിയുള്ള ഒരു 50 മീറ്ററോളം ഒരു കാറ് വരുന്ന വീതി, അതായത് ഒരു ഒറ്റ യൂണിറ്റ് ടിപ്പറൊക്കെ വരുന്ന ആ ഒരു വീതിയുള്ളൂ. തൊട്ട് വീടുകളൊക്കെ ഉണ്ട്. എന്നാൽ വലിയ ഒരു വീടുകളല്ല, ഒരു ആവറേജ് വീട്. പിന്നെ ചുറ്റും കമ്പിയിലേക്ക് കെട്ടിയ ഈ സ്ഥലം കുറച്ച് കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. കിണർ നല്ല നിറയെ വെള്ളമുണ്ട്. താഴത്ത് പാടം ഏരിയ തന്നെയാണ്. വെള്ളം കയറുന്ന സ്ഥലങ്ങളല്ല, പാടം എന്ന് പറഞ്ഞാൽ അതാ കാണാം. ഇത് കണ്ടില്ലേ, കുറച്ച് കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. 6.5 സെൻറ്റ് ആണെങ്കിലും നല്ല മണ്ണാണ്. അപ്പോൾ ഇതിന് മുൻവശം എന്താ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾക്ക് ഈ വീട് 2 റൂമാണ്. ഉള്ളിൽ കാണിച്ചു തരാം. ചെറിയൊരു വീട്, അതായത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ കണ്ടില്ലേ, ഇത് പശുവൊക്കെ വളർത്താൻ പറ്റുന്ന ഏരിയ. പക്ഷേ അത് വേറെ സ്ഥലമാണ്. അപ്പോൾ ഈ പാടത്തിന് ഓരത്താണെന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും വെള്ളം കയറുമെന്ന്. വെള്ളം കയറുന്ന ഏരിയ ഒന്നുമല്ല. അപ്പോൾ കിണറിനൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് അതായത് 200 മീറ്റർ, ഹൈസ്കൂളിൽ നിന്ന് വെറും 200 മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ളത്. അപ്പോൾ പൂക്കോട്ട് പഞ്ചായത്തിൽ നമുക്കാർക്കും താല്പര്യം നമുക്കൊന്ന് നോക്കാം. ഉള്ളും കാണിച്ചു തരാം. 2 റൂം, ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വീടാണ്. അതിന് ഒരുപാട് വിലയൊന്നും ചോദിക്കുന്നില്ല. അവർ ചോദിക്കുന്നത് 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും കുറവാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റൂം കണ്ടില്ലേ, 2 ചെറിയ റൂം, അടുക്കള. വലിയ ഇതൊന്നും പറയലൊരു, അതായത് വീടിൻ്റെ വിലയ്ക്ക് വാർപ്പ് പെര എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരിൽ വരിക, കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ആർക്കും താല്പര്യപ്പെട്ടാൽ നേരിൽ വരിക. നമ്മൾക്ക് പിന്നെ വില കുറവ്, അതായത് വലിയ വില എന്ന് പറയാനില്ല, വീടിൻ്റെ വിലയ്ക്ക് നമുക്ക് തൽക്കാലം വന്ന് ഇരിക്കാൻ കഴിയും. പിന്നെ അതാകുമ്പോൾ പൊളിച്ചും വേണം. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട, വന്നിരിക്കാം. അതിന് പറ്റിയ ഒരു സൗകര്യമുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനും വഴി സൗകര്യം നമ്മൾ ചോദിക്കാറുള്ളത്. വഴി സൗകര്യം അതായത് ചെറിയ ടിപ്പർ വരാനുള്ള ഒരു വീതിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്.